നമസ്കാരം, ഞാൻ ഡോക്ടർ ജൂലി സി എബ്രഹാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും. മഴക്കാലം എന്ന് പറയുന്നത് പ്രകൃതിക്ക് ഏറ്റവും ഭംഗിയുള്ളതായ ഒരു സമയമാണ്. എന്നാൽ അതേസമയം പകർച്ചവ്യാധികളും ആരോഗ്യ പ്രശ്നങ്ങളും കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ കൂടുതലായിട്ട് കാണുന്ന എന്തൊക്കെ രോഗങ്ങളാണെന്ന് നമുക്ക് നോക്കാം. അതായത് ജലജന്യ രോഗങ്ങളായ വയറിളക്കം അഥവാ അതിസാരം, കോളറ, ടൈഫോയിഡ്, വൈറൽ മഞ്ഞപ്പിത്തങ്ങൾ, അതായത് ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ എന്നിവ. അതുപോലെ ജന്തുജന്യ രോഗങ്ങൾ, അതായത് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്. പിന്നുള്ളത് കൊതുകുജന്യ രോഗങ്ങൾ. അതിൻ്റെ അടുത്ത് വരുന്നതാണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. അതുപോലെ മലേറിയയും ചില അവസരങ്ങൾ കൂടുതലായിട്ട് കാണാം. അതുപോലെ തന്നെ വായുജന്യ രോഗങ്ങൾ, അതായത് ജലദോഷപ്പനി, ശ്വാസകോശ അണുബാധ എന്നിവ. ഈ പറഞ്ഞ രോഗങ്ങളിലെല്ലാം തന്നെ മിക്കവാറും എല്ലാത്തിലും തന്നെ കാണുന്ന ഒരു പൊതുവായ രോഗലക്ഷണമാണ് പനി. അപ്പോൾ ഏത് ഒരാൾക്കും പനി ഉണ്ടായി ഒരു 2 ദിവസത്തിൽ കൂടുതൽ പനി നീണ്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുകയും അതിനുള്ള രോഗനിർണയം നടത്തി ചികിത്സ തേടേണ്ടതുമാണ്. അപ്പോൾ ഈ പനികളിലൊക്കെ നമുക്ക് ചില അപായ സൂചനകൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അപായ സൂചനകളെന്ന് നമുക്ക് നോക്കാം. അതായത് പനിയോടൊപ്പം തുടർച്ചയായ ഛർദിൽ, ശരീരത്തിൽ നിന്ന് എവിടെയെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടാവുക, മൂത്രത്തിൻ്റെ അളവ് കുറയുക, കണ്ണിന് മഞ്ഞ നിറം വരിക, ശ്വാസതടസ്സം അനുഭവപ്പെടുക, രോഗിയുടെ സംസാരത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, പരസ്പര വിരുദ്ധമായി സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അപായ സൂചനയാണ്. എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കേണ്ടതും ചികിത്സ തേടേണ്ടതുമാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ മഴക്കാല രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നോക്കാം. ഈ പറഞ്ഞതായ എല്ലാവിധ രോഗങ്ങളും തന്നെ നമുക്ക് പ്രതിരോധ മാർഗങ്ങളിലൂടെ ചെറുത്തു നിൽക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ജലജന്യ രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് വ്യക്തി ശുചിത്വം. അതാണ് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ട കാര്യം. അതായത് നമ്മൾ ശുചിമുറി ഉപയോഗിച്ച് കഴിഞ്ഞ് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈകൾ നല്ലപോലെ സോപ്പിട്ട് വെള്ളമൊഴിച്ച് കൈ കഴുകേണ്ടതാണ്. അതുപോലെ എന്തെങ്കിലും രോഗമുള്ള ആളുകളുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വന്നാലും ഇതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ സോപ്പിട്ട് കൈകൾ കഴുകേണ്ടതാണ്. അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ ശേഷം മാത്രം കുടിക്കുക. അതുപോലെ നമ്മൾ പാചകം ചെയ്യുന്ന ഭക്ഷണം നല്ലപോലെ കുക്കായി എന്ന് ഉറപ്പ് വരുത്തിയ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. ഭക്ഷണം പാചകം ചെയ്ത് നല്ലപോലെ അത് അടച്ചു വെക്കുക. ഭക്ഷണം പാചകം ചെയ്ത് വളരെ നേരത്തേക്കിന് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാതെ നമ്മൾ ഭക്ഷണം ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വീണ്ടും അത് വളരെ നേരം പുറത്തിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി ഉപയോഗിക്കുന്നതായ പ്രവണത ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ പച്ചക്കറികളാണെങ്കിലും പഴങ്ങളാണെങ്കിലും ഒക്കെ നല്ലപോലെ നല്ല വെള്ളത്തിൽ കഴുകിയ ശേഷം, അതുപോലെ തന്നെ പഴങ്ങൾ പീൽ ചെയ്ത്, അതായത് സ്കിന്ന് മാറ്റി ഉപയോഗിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വ്യക്തി ശുചിത്വം, അതുപോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്യുന്നതിലും മറ്റും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. അടുത്തായിട്ട് ജന്തുജന്യ രോഗങ്ങളെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കാം. അപ്പോൾ ജന്തുജന്യ രോഗങ്ങളിൽ വരുന്നതാണ് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്. അപ്പോൾ ഇത് മലിനജലത്തിൽ നിന്നും ആണ് ഇത് പകരുന്നത്. അപ്പോൾ നമ്മൾ ഈ എലിയുടെ മൂത്രത്തിൽ നിന്നും ആണ്, എലിയുടെ മൂത്രം വെള്ളത്തിൽ കലർന്ന് അതിൽ നിന്നുമാണ് നമുക്ക് ഈ രോഗം കിട്ടുന്നത്. അപ്പോൾ അതായത് മാലിന്യങ്ങൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയാതിരിക്കുക. അത് കൂടുതലും ഈ എലി പോലത്തേനെയൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ മലിനജലവുമായിട്ട് നമുക്ക് സമ്പർക്കം വരുമെന്ന് തോന്നുന്നതായ സാഹചര്യങ്ങളിൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, അതായത് ഗം ബൂട്ട്സ്, ഗ്ലൗസ് അഥവാ കൈയുറകൾ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മലിനജലവുമായിട്ട് കൂടുതൽ നേരം സമ്പർക്കത്തിൽ വരുന്ന ആളുകൾക്ക്, അതായത് സാനിറ്റേഷൻ വർക്കേഴ്സ്, അതുപോലെ വയലിൽ പണി ചെയ്യുന്ന കർഷകർക്ക്, അങ്ങനെയുള്ളവർക്ക് ഈ രോഗം വരാതെ തടയാനായിട്ടുള്ള ചില ഗുളികകളുണ്ട്. അതായത് ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന ഒരു ഗുളിക ആഴ്ചയിൽ ഒരിക്കൽ ഒരു നേരം കഴിക്കേണ്ടത് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും നമുക്ക് എലിപ്പനിയെ തടയാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് കൊതുകുജന്യ രോഗങ്ങളാണ്. അപ്പോൾ അതായത് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ തുടങ്ങിയവ. ഈ ചിക്കൻ ഗുനിയയും അതുപോലെ തന്നെ ഡെങ്കിപ്പനിയും പടർത്തുന്ന കൊതുക് ശുദ്ധജല സ്രോതസ്സുകൾ, അതായത് കെട്ടിക്കിടക്കുന്ന ശുദ്ധജല സ്രോതസ്സുകളിലാണ് വളരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ശുദ്ധജലം കെട്ടിക്കിടക്കുന്നതായ
സാഹചര്യങ്ങൾ നമ്മുടെ വീടിനകത്തോ പരിസരത്തോ ഉണ്ടെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കൊതുക് നിർമ്മാർജ്ജനത്തിന് പുറമെ നമ്മൾ നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ കൈകാലുകൾ മുഴുവനായിട്ടും കവർ ചെയ്യുന്ന തരത്തിലുള്ളതായ വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് ക്രീംസ് അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വീടിനകത്താണെങ്കിൽ വീടിന് ജനലിനും കതകിനും ഒക്കെ നമുക്ക് മൊസ്കിറ്റോ നെറ്റുകൾ ഫിക്സ് ചെയ്യാം. അതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ മൊസ്കിറ്റോ നെറ്റ് അകത്ത് കിടന്ന് ഉറങ്ങുന്നതും അഭികാമ്യമാണ്. പിന്നെ വായുജന്യ രോഗങ്ങളുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കാം. ഇപ്പം രോഗമുള്ള ഒരാളെ തുമ്മുകയോ ചുമയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു തൂവാല ഉപയോഗിച്ച് മൂക്കും വായയും മറയ്ക്കണം. അതുപോലെ തന്നെ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഉള്ള സമയത്ത് സ്വന്തമായിട്ട് ഐസൊലേറ്റ് ചെയ്യുക. ആർക്കെങ്കിലും അവരുമായിട്ട് ഒരു സമ്പർക്കത്തിൻ്റെ ആവശ്യം വന്നാൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് അഥവാ അറ്റ്ലീസ്റ്റ് ഒരു 5 അടി ദൂരത്തിൽ നിന്ന് കാര്യങ്ങൾ കൺവേ ചെയ്യുക. അതുപോലെ തന്നെ മാസ്കിൻ്റെ ഉപയോഗം, ഇവയെല്ലാം തന്നെ നമുക്ക് ഈ വായുജന്യ രോഗങ്ങളെയും പ്രതിരോധിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ്. അപ്പോൾ ഇത്രയും നേരം ഞാൻ മഴക്കാല രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗ്ഗങ്ങളെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതട്ടെ. നന്ദി, നമസ്കാരം.